ഹായ് ഹലോ അസ്സലാമലൈക്കും. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു. ഞാൻ മേക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കൂടുതലും അങ്ങനെ ഇടാറില്ല, കാരണം നമുക്ക് അതിനുള്ള സമയം കിട്ടാറില്ല. ഈ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഞാനൊരു ടൈലറിങ് ക്ലാസ്സിന് പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ആയിട്ട് എനിക്ക് ടൈം കിട്ടാറില്ല. ഇപ്പോൾ ടൈലറിങ് ക്ലാസ് അവസാനിച്ച് 1 മാസത്തെ ഒരു ഫ്രീ ക്ലാസ് കിട്ടിയപ്പോൾ അതിന് പോയതാണ്. ഇപ്പോൾ അത് അവസാനിച്ച്. അപ്പോൾ ഇപ്പോൾ ഓർഡർ ഒക്കെ കഴിഞ്ഞ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു വീഡിയോ ഒന്ന് ഇട്ടാലോ എന്ന്. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു മേക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അതായത് ആലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിൽ ഒരു ഫ്ലവർ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അതിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് 2 ആലിഗേറ്റർ ക്ലിപ്പ്, അതുപോലെ തന്നെ ഹാഫ് ബീഡ്, പിന്നെ ഫെൽറ്റ് ഷീറ്റ്, പിന്നെ നമുക്കൊരു ചെയിന്, ആ സ്റ്റോണിൻ്റെ ചെയിന്, ഗമ്മ്. ഇത്രയും സാധനങ്ങളാണ് നമുക്കതിനായിട്ട് ആവശ്യം വരുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആദ്യം നമ്മളൊരു ഗമ്മ് ഫെൽറ്റ് ഷീറ്റുമ്മ പരത്തിയതിന് ശേഷം നമ്മളൊരു ഹാഫ് ബീഡ് അതിൻ്റെ നടുക്കലായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒട്ടാൻ കുറച്ച് ടൈം എടുക്കും, അറിയാലോ. ഈ ഗമ്മ് പെട്ടെന്ന് അങ്ങോട്ട് ഒട്ടുമല്ലോ, ഒട്ടിക്കഴിഞ്ഞാലോ നന്നായിട്ട് ഒട്ടുകയും ചെയ്യും. അപ്പോൾ കയ്യുമ്മലായി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൻ്റെ മുകളിൽ ആകെ വശവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നല്ല ഇതോടുകൂടെ വേണം നമുക്ക് ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് ഒട്ടണേ ഉള്ളൂ. അപ്പോഴത്തേന് ഞാൻ അതിൻ്റെ ചുറ്റുഭാഗവും ഗമ്മ് പരത്തിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഈ ചെയിന് ഈ വീഡിയോയിൽ കാണുന്ന അതേപോലെ ചെയ്ത് കൊടുക്കാം. ആദ്യമൊക്കെ ഞാനിത് കാണുമ്പോൾ ഇങ്ങനെ വിചാരിച്ചത് എങ്ങനെ ഉണ്ടാക്കണില്ലേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ ഈ ഫ്ലവർ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു ഫ്ലവർ രൂപത്തിലാണല്ലോ കിട്ടുക. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കും ഇതൊക്കെ എങ്ങനെ ഇവർ ഉണ്ടാക്കുക എന്നൊക്കെ ഇങ്ങനെ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ യൂട്യൂബിൽ അടിച്ച് നോക്കി. അപ്പോൾ അടിച്ച് നോക്കിയപ്പോൾ അങ്ങനെ കിട്ടുമൊന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ അങ്ങനെ യൂട്യൂബിൽ ഇരിക്കുമ്പോൾ കാണാം ഇങ്ങനത്തെ ഒക്കെ ഇങ്ങനെ കാണണം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് സേവ് ചെയ്തിടില്ല. അപ്പോൾ ഒന്ന് ഇരുന്ന് നോക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ സേവ് ചെയ്തിടില്ല. പിന്നെ നമ്മൾ ഇതിനായിട്ട് ഇത് സെർച്ച് ചെയ്തിട്ട് നോക്കിയാലോ ആ ഒരു സംഭവം നമുക്ക് കിട്ടുകയില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ ഞാനിങ്ങനെ പിന്നീട് ഇപ്പം ഇങ്ങനെ അന്ന് കണ്ട ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്തെടുത്തത്. അപ്പോൾ നോക്കിയപ്പോൾ നല്ല ഒരു ഭംഗി തോന്നിയിട്ടാണ്, ഉണ്ടാക്കിയപ്പോഴും നല്ലൊരു ഇത് തോന്നി. അപ്പം അതിന് നമുക്ക് ഹാഫ് ബീഡാണ് മെയിനായിട്ട് വേണ്ടത്. ഹാഫ് ബീഡ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഫ്ലവർ ഉണ്ടാക്കിയതിന് ശേഷം നമുക്കത് കമ്മലായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ മാല ഉണ്ടാക്കിയതിന് ശേഷം മാലക്ക് ലോക്കറ്റായിട്ട് യൂസ് ചെയ്യുക. ഇതിനൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ അങ്ങനെ പതിയെ ഞാൻ ഇടാം. ഇപ്പം ഞാൻ ഇതിൻ്റെ ഒരു സിമ്പിളൊന്നുമല്ല, പക്ഷെ നമുക്കിത് ആലിഗേറ്ററിൻ്റെ മുകളിൽ വെക്കുക പറയുമ്പോൾ എളുപ്പമാണ്. പക്ഷേ ഇത് ഉണ്ടാക്കിയെടുക്കുക എന്നുണ്ടെങ്കിൽ കുറച്ചൊരു മെനക്കെടാണ്. കാരണം പശയാണല്ലോ, പെട്ടെന്ന് അങ്ങോട്ട് ഒട്ടിക്കിട്ടൂല. ആ സമയത്ത് ഗ്ലൂ ഗണ്ണാണെന്നുണ്ടെങ്കിൽ അപ്പോഴേക്കപ്പോൾ ഒട്ടും, കയ്യുമ്മ ആവുക അങ്ങനെ ഇതൊന്നുമില്ല. പക്ഷേ ഈ ഗമ്മാവുമ്പോൾ കുറച്ച് ഒട്ടാനൊക്കെ ഒരു പണിയാണ്. അപ്പോൾ ഞാനങ്ങനെ ആക്കിയിട്ടൊരു റൗണ്ടാണ് ചുറ്റിയെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വീണ്ടും ഒരു റൗണ്ടും കൂടെ ചുറ്റിയെടുക്കുന്നുണ്ട്. അതല്ല, നിങ്ങൾക്ക് ഇങ്ങനെയാണോ ചെയ്യാൻ താല്പര്യം വെച്ചെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. അപ്പോൾ എനിക്ക് തോന്നി ഒന്നും കൂടെ ചുറ്റിയെടുക്കാമെന്ന് തോന്നി. അപ്പോൾ അത് ഒന്നും കൂടെ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നും കൂടെ ചുറ്റിയെടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഭാഗം ചുറ്റിയാൽ മതി വെച്ചെങ്കിൽ അതിൽ നിർത്താം. എന്നിട്ട് പിന്നെ ഫെൽറ്റ് ഷീറ്റ് കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഞാനിപ്പോൾ ഇതിൽ 2 പ്രാവശ്യമായിട്ട് ചുറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒന്നും കൂടെ ഒരു വൃത്തി തോന്നിയത് 2 പ്രാവശ്യമായിട്ട് ചുറ്റിയെടുത്തപ്പോഴാണ്. അപ്പോൾ ഇതിൻ്റെ ഇതേപോലത്തെ സ്റ്റോണ്, അതുപോലെ തന്നെ ഹാഫ് ബീഡ്, അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലൊക്കെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് യൂസ് ചെയ്യാനൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. വാട്സപ്പ് നമ്പർ ഉണ്ടാവും. ആ നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ അതങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയും. പിന്നെ ഒരു കാര്യം ചെയ്താൽ മതി, നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഫെൽറ്റ് ഷീറ്റിൻ്റെ മുകളിൽ ഗമ്മ് വരട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഹാഫ് ബീഡ് ഇങ്ങനെ എല്ലാതും അങ്ങനെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോന്ന് ചെയ്ത് വരുമ്പോഴത്തേനും
അടുത്തത് ഉണങ്ങിക്കോളും. അപ്പം നമുക്കത് പെട്ടെന്ന് നമ്മുടെ കയ്യുമ്മൽ ഒട്ടുമില്ല. ഹാഫ് ബീഡാണെങ്കിൽ അവിടെ ശരിക്കും ഉറച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ചെയ്താലും നമുക്ക് വളരെ എളുപ്പമാണ്. ഇത് ഞാൻ തുടക്കം തന്നെ ഒന്ന് ചെയ്യും, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മറ്റത് ചെയ്യുക. അങ്ങനെ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടായി തോന്നി. പക്ഷെ ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ ആദ്യം തന്നെ 3 ഹാഫ് ബീഡ് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചിട്ട് കുറച്ച് മണിക്കൂർ നമ്മൾ മാറ്റി വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ ചെയ്യാം. നമ്മുടെ കയ്യിൽ പോരുമില്ല, കയ്യിൽ കൂടെ പോരുകയും ചെയ്യില്ല. അപ്പോഴേക്കപ്പം ചെയ്യുമ്പോഴാണ് നമ്മുടെ കയ്യിൽ പോരുള്ളൂ. അങ്ങനെ നമ്മളിത് എല്ലാതും ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാതും ചെയ്തെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം എല്ലാതും നമ്മളങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഫെൽറ്റ് ഷീറ്റ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് ബോറല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, എല്ലാത്തിൻ്റെയും ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പം നമ്മൾ മൊത്തം 6 എടുത്തിട്ടുണ്ട്. ഇനിയും ഹാഫ് ബീഡ് ഉണ്ട്. മറ്റേ സ്റ്റോണിൻ്റെ ചെയിൻ സ്റ്റോക്ക് ഔട്ടായി. അപ്പോൾ അതുകൊണ്ട് ആകെ ഒരു 2-3 പീസാണ് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടായിരുന്ന അത്രയാണ് ഞാൻ ചെയ്തെടുത്തത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഫെൽറ്റ് ഷീറ്റ് കാണാത്ത രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോഴാണ് നമുക്കതൊരു ഫ്ലവർ രൂപത്തിൽ ആവുള്ളൂ. മറ്റേത് ഒരു വലിയൊരു റോസ് പോലെയാണല്ലോ നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഫെൽറ്റ് ഷീറ്റ് കംപ്ലീറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ കംപ്ലീറ്റും ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിൽ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതും നടുക്കിലൊരു ഫ്ലവറായിട്ടാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലവർ എടുത്തിട്ടുണ്ടായിരുന്നു. ഫ്ലവർ എടുത്തിട്ട് വരാൻ അപ്പം ഞാൻ ഫ്ലവർ എടുത്തിട്ട് വന്ന്. അപ്പോൾ ഈ ഫ്ലവർ വെക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. 3 ഫ്ലവർ ഇല്ലാണ്ട് 3 അത് മാത്രം വെച്ചപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ആദ്യം ഒരെണ്ണം അത് വെച്ച് പിന്നെ നടുക്കലായിട്ട് ഫ്ലവറും അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്ക് എന്തോ നല്ലൊരു ഭംഗി തോന്നി. എന്തോ ഭാഗ്യത്തിന് അത് ഉണ്ടാക്കി ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള 2 പേര് വാങ്ങിക്കുകയും ചെയ്ത്. അവർക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്ത്. അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്റ്റാറ്റസ് വെക്കുക. അതുപോലെ ഇൻസ്റ്റഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഇടുക. അപ്പോൾ നമുക്കങ്ങനെ കുറേ ഓർഡറും കാര്യങ്ങളൊക്കെ അങ്ങനെ കിട്ടും നമുക്ക്. പിന്നെ ഇപ്പോൾ സ്കൂൾ തുറക്കാനായിട്ടുള്ള സീസണൊക്കെ ആകുമ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റാറ്റസൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ നമ്മുടെ സ്റ്റാറ്റസ് കാണുമല്ലോ. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് ഇത് സെയിലാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. നമ്മൾ വിചാരിക്കണ അത്ര പണിയൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു ആലിഗേറ്റർ ക്ലിപ്പ് മേക്കിങ്ങാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക.